മച്ചാ എൻ്റെ അടുത്ത് ഹൃദയത്തിന് അത്രയും അടുത്തുള്ള ഒരാളായതുകൊണ്ടാണ് ഇത്രയും ഫ്രീഡം എടുത്തത്. അതിനറിയാലോ, എനിക്ക് ഉറപ്പാണ്. ഞാനും ഹൃദയത്തിന്റെ ഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിനക്ക് ഫ്രീഡം തരും, അത് ഉറപ്പാണ്. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ലൊരു സാധനം. പക്ഷെ ഇത് എഴുതി നക്കിയോ സൈനിട്ട് വെച്ചോ. ഒരു കാര്യം പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് നിക്കറി നിർത്തും കല്യാണത്തിന്. നീ നോക്കിക്കോ, നീ ഓങ്ങി വെച്ചോ. നീ എൻ്റെ കല്യാണത്തിന് നിക്കറ് നിർത്തും അല്ലേ? പിന്നെ നോക്കിക്കോടാ. കാർത്തികേ, സന്ദീപേ നിന്നെ കേട്ടല്ലോ. നീ എഴുതി വെച്ചോ, ഞാൻ വരും. വരും. പെട്ടെന്ന് റെഡി ആയിക്കോ, നമ്മൾ എത്താറായി. അപ്പോൾ ഗൈസ്, നമ്മൾ ഓഡിറ്റോറിയം എത്താറായി. ഭീകര എക്സൈറ്റ്മെന്റ് ആണ്. പയ്യന്മാർ തകർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ വണ്ടി ആടിക്കൊണ്ടിരിക്കണം, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ തകർക്കും, പൊളിക്കും, തിമിർക്കും എല്ലാം. ഈ നിൽക്കുന്ന എല്ലാം കാർത്തിക് സൂര്യാണ്. അവിടെ മാസ്ക് ഒക്കെ കുഴപ്പമില്ല. കുമ്പിച്ചിയുടെ ചില്ലി പൈനാപ്പിൾ ആണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ഭീകര സാധനമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. നിനക്ക് ഇഷ്ടമല്ലേ കുമ്പായ കുമ്പിച്ച്? ഇതുണ്ട്. ഇപ്പൊ ഓപ്പണറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. കണ്ടാ ആ ഫിഷ് ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഫിഷ് ആണ് സാധനം. കണ്ടാ, ഒരു രക്ഷയില്ല. പല ഫ്ലേവേഴ്സ് ഉണ്ട്. പിങ്ക് ലേഡിയൊക്കെ, ഞാൻ പിങ്ക് ലേഡിയുടെ ഫാനാണ്. ലേഡി ആയതുകൊണ്ടല്ലോ കേട്ടോ. അപ്പോഴേ ലുക്മാൻ, ക്യാമറ പ്രൊഡക്ഷൻസിന്റെ എല്ലാം ലുക്മാൻ, നീ നമ്മുടെ എല്ലാം കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് ഞാൻ ക്യാമറ പ്രൊഡക്ഷൻസിൻ്റെ കയ്യിലാണ് വ്ളോഗ് എടുക്കാൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ വ്ളോഗിൽ എങ്ങനെയാണെന്നൊന്ന് എനിക്ക് കാണണം. വെഡ്ഡിങ് വർക്കിലൊക്കെ സൂപ്പറാണ്, പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് വെഡ്ഡിങ് ഒരു സാധനമാണ്. എന്തായാലും ഇന്ന് കാർത്തിക് സൂര്യ നിക്കറി നിൽക്കും കല്യാണ മണ്ഡപത്തിൽ. അല്ലെങ്കിൽ നോക്കിക്കോ, 10 മിനിറ്റിനകം അവിടെ ഒരു സംഭവം നടക്കും. ഇല്ലല്ലേ, അങ്ങനെയൊന്നുമില്ല, പേടിക്കണ്ട. ഒന്നുമില്ല, എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ പുച്ഛം. ഞാൻ ഇപ്പൊ എത്തുവളിയാ, ഞാൻ ഇപ്പൊ എത്തും. എനിക്ക് സനൂപ്രോന്റെ മുണ്ട് വേണം. അടിച്ച് കയറ്റന്നെ സാധനം കൊണ്ടുവന്നല്ലേ. പാവാടൊരു നാടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പ്രവീണും അയൺ മാസ്റ്റേഴ്സ്, താങ്ക് യു സോ മച്ച് മാൻ. ട്രക്ക് തള്ളിയിടണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ട്രക്കിനൊക്കെ നല്ല പൈസയാണ്. ഓക്കെ, ഇത് മറ്റേ ജയൻ സിനിമ. ഇന്ന് പമ്പ് ചെയ്ത് കയറും, കല്യാണം ലെവലാക്കും പയ്യന്മാര്. അതെ, കാർത്തിക് സൂര്യയുടെ ബ്രേസർ പൊട്ടണം ഇന്ന്. ഓക്കെ മൊല്ലണം. അതെ, നീ അറിയാലോ എന്റെ കല്യാണത്തിന് ജട്ടിയിട്ട് ചെയ്തത്. ഓക്കെ ഒട്ടിക്കണം. നീ ഒട്ടിയില്ലേ? അപ്പം ഇന്ന് കാർത്തിക് സൂര്യ നമ്മൾ തേച്ചൊട്ടിക്കാൻ പോവാണ് ഇത് വെച്ച്. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കട്ടയ്ക്ക് നമ്മൾ ഇന്ന് തേച്ചൊട്ടിക്കാൻ പോവാണ് കാർത്തിക് സൂര്യ. എന്താവോ എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ. ഇളവി പോവാണല്ലോ.
ഗായ്സ് ആ മൈക്ക് തന്നാ വലിയ സ്റ്റിക്കർ ഗായ്സ് സന്തോഷായോ? കഴിഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ലടാ. ഇത് എന്തൊരു 1 മണി 2 മണി നിന്റെ ബമ്പർ ചുക്കാമണി. അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഇവിടത്തെ കാർത്തിക് ഇപ്പോഴത്തെ. മോനെ വാടാ, ഇവൻ എന്തും ചെയ്യും. അച്ഛനെ മാറ്റി നിർത്തിക്കോ, ചിലപ്പം കടിക്കും. ഓക്കെ, ഇങ്ങനെയെങ്കിലും 6 പാക്ക് കാണാൻ പറ്റുമല്ലോ എന്റെ മുഖത്ത്. അതെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കിയെന്ന് വെച്ചാൽ ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് 6 പാക്ക് ആവണം. അത് ജമ്മത്ത് നടക്കാൻ പോണില്ല, അതുകൊണ്ട് 6 പാക്ക് ഉള്ള പയ്യന്മാരെ ഇവിടെ ഇറക്കി. പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വിറ്റു. ഞാൻ അച്ഛനെ ഓർത്തു, ഇവന്റെ അമ്മയെ ഓർത്തു, നാട്ടുകാരെ ഓർത്തു. അതുകൊണ്ട് ജട്ടിയുടെ 1 ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാനിവിടെ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പുറത്തേക്ക് കല്യാണം ബുദ്ധിമുട്ടിക്കില്ല. ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ താഴോട്ട് പ്ലീസ് ശല്യം. മോനെ ഇവിടെ നിന്നോ, ഒരാളോട് ഇവിടെ നിന്നോ മോ അവിടെ നിന്നോ. ആ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാഴ്ച സമ്മാനം. തിരിഞ്ഞു നിന്നോ, അവനെ നോക്കിയെന്നേ. ഇങ്ങോട്ട് തിന്നോ. ആ ഇങ്ങോട്ട് നിന്നോ, എല്ലാം നോക്കിയെന്നോ. ഇനി നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കുന്നു മുണ്ടില്ലാത്ത ഷോ. ഉറ കൊട്ടിക്കോ മ്യൂസിക് വിത്ത് ബോഡി ഷോ. ഒരു കല്യാണത്തിന് ഇതുവരെ ചെയ്യാത്തൊരു കാര്യം. ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെയാണത്. ഇതാണ്ടോ ഇതാണ്ടോ ഇനി എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? നല്ല മണികിലുക്കമുള്ള ഒരു പണിയായി പോയി. എടാ നിന്റെ ചന്തിയിൽ നിന്നുള്ള 3 എണ്ണം അത് കാർത്തിക്കിന് അത്ര ഇഷ്ടമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചന്തിയിൽ തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു. നടുക്ക് വിടവ് വരാമോ എന്റെ തല വെച്ചടച്ച്. വല്ലാത്ത പണിയായി പോയി വെച്ചാല്. എന്തായാലും ലവ് യു മാൻ. ഇതിൽ ഹൈപ്പ് പ്രതീക്ഷിക്കുന്നവർ കാണുമായിരിക്കാം, ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കണം, എന്തൊക്കെ കാണിച്ചാലും ഇവൻ എൻ്റെ അനിയൻകുട്ടനാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അതെപ്പോഴും അങ്ങനെയാണ്. ചെറിയ കുസൃതികൾ, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാണ്. പക്ഷെ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഇതും അവ അങ്ങനെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാർത്തികന്റെ അച്ഛനും അതേപോലെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അമ്മയെ കാണാൻ പോലും ഇല്ല. എനിക്ക് വന്ന് ഇവിടെ കിടന്ന മുണ്ട് അച്ഛൻ എടുത്തോന്ന് ഡൗട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ കല്യാണം എന്തായാലും വിളിക്കാം. ലവ് യു. ഹലോ, അപ്പോ എനിക്ക് പറയാനുള്ളത്, മച്ചാൻ പറഞ്ഞ സത്യമാണ്. ഇത് എന്റെ ബന്ധുക്കൾ ആരും ഇതിനെ വേറെ ഒരു സെൻസിലും എടുക്കരുത്. ഇത് ഞാനും മച്ചാനും തമ്മിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം കാണുക. ഞാനിത് വർഷയുടെ അടുത്ത് റൂമിൽ ചെന്ന് പറഞ്ഞതാണ്, മച്ച എന്തെങ്കിലുമൊക്കെ എന്നെ ജട്ടി നിർത്തുമെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പൊ പറഞ്ഞ് ജട്ടി കാണുമോ ചേട്ടാ? ഞാൻ പറഞ്ഞു ഓ എന്നാ കുഴപ്പമില്ലത്. അതുകൊണ്ട് സപ്പോർട്ടീവായിട്ടുള്ളൊരു ചുമ്മാ അല്ല, അതെന്താ ചേട്ടാ കാണിക്കാത്തേന്ന്. മച്ചാനെ ഇത് നമ്മുടെ ഒരു സ്നേഹമായിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ മച്ചാനെ, ഒരു കാര്യം കൂടെ, എന്റെ കൊച്ചിനും എനിക്കും മച്ചാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങനെ അതെ. ഓക്കെ ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ എനിക്ക് തരാണ്. ഇല്ല, മച്ചാന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഷസാം എന്നെ വിളിച്ചിട്ടുണ്ട്. അവൻ അവിടെ പോയി. അതോ അവിടെ ഉണ്ട്. അവിടെ നിൽക്കണം. എടാ ഒരു ഷോ കാണിച്ചു തരട്ടെ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഷോ, ബോഡി ഷോ ആഗ്രഹം ഉണ്ടോ? പക്ഷെ ഞാൻ എന്താ ഒരു കുട്ടിയുടെ അച്ഛനൊക്കെ ആയിപ്പോയി. എടാ നീ തുടങ്ങാൻ ഞാൻ അതിന്റെ പിറകെ എന്തിനാണെന്ന് നോക്കി. അതിന്റെ പിറകെ മൂലം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാ. ഞാൻ ഇനി കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് ഇനി റിസപ്ഷന് കാണാം. അല്ല, റിസപ്ഷന് കാണാം, കൂടാം. റിസപ്ഷൻ ഐ ലവ് യു മാത്രം ആണല്ലേ? ഒരു കെട്ടിപ്പിടി. ഓക്കെ
ഓക്കെ ഗായ്സ്, പൈസ തരണേ. പൈസ തരൂ, പൈസ വേണം. 10 രൂപ പൈസ തരൂ. ഗൂഗിൾ പേ അല്ല, പൈസ ചില്ലറ ഏതെങ്കിലും 10 രൂപ കാണിച്ചാൽ തരണം. കാർത്തിക് സൂര്യക്ക് കൊടുക്കാനാണ്. അതല്ല, അവന് പൈസ കൊടുക്കണ്ടടാ പിരിച്ച്. ഇവിടെ ചില്ലറ ആ കൊടുക്ക്. അതെ, ഇനി നിങ്ങളെ പൈസ തരണം. അവന് ഗൂഗിൾ പേ അല്ല, ചില്ലറ മതി. ചില്ലറാക്കാൻ മതി. ധാരാളം. 20 രൂപ ആ നോട്ട്. 50 രൂപ. ഓ സംഭാവന. ഓ ഇനി ആരൊക്കെ സംഭാവനകൾ പൈസ സ്വീകരിക്കുന്നതായിരിക്കും. ബോഡി ഷോ കാണിച്ച ഉമ്മ, ചില്ലറല്ല, ഷസാമിന്റെ ഉമ്മ നമുക്ക് വേണ്ടിട്ട് ബോഡി ഷോ കാണിച്ചു വിടറാ. 2 മെസ്സിൽ നോക്കുമ്പോ അമ്മ ഇത് നോക്ക്. കണ്ട, ഇത് നമ്മള് കാർത്തിക് സൂര്യയുടെ വലിയ ആരാധകനാണ്. അതെ. എടാ ഇവിടെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം. ഇവിടെ ബോഡി ഷോ കാണിച്ചു കൊടുക്കണം. നോക്ക്, ഇത് കണ്ടോ, ഇത് കാർത്തിക് സൂര്യ. ഓക്കെ, പൈസ ചെണ്ടയുടെ ഇല്ല, ഒന്നുമില്ല. പൈസ നല്ല സംഭവമാണ്. ഫ്ലക്സ് അവിടെ, ഫ്ലക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പത്ത് രൂപ ചില്ലറ. 5 രൂപ 10 രൂപ. 10 രൂപ ചില്ലറ. 5 രൂപ 10 രൂപ. ചില്ലറ ഒന്നുമില്ല, 10 രൂപ ഒന്നുമില്ല. 5 രൂപ 10 രൂപ. ബോഡി ഷോ അല്ലെ, പയ്യന്മാരെ തൂക്കിയെടുത്തോണ്ട് പോകും. അത് 5 രൂപ 10 രൂപ. കാർത്തിക് സൂര്യ കല്യാണത്തിന് 5 രൂപ 10 രൂപ. 5 രൂപ 10 രൂപ. 5 രൂപ. സോ കാർത്തിക് സൂര്യക്ക് ഒരു കൈ സഹായം, ഒരു കൈ സംഭാവന ചെയ്യൂ പ്ലീസ്. നമുക്ക് ഇനി അപ്പുറത്തെ അപ്പുറത്ത് കുറെ ബ്ലോഗർമാരെ കൊണ്ട് താഴെ പോയി. ഇത് മാക്സിമം ഒളിപ്പിക്കാം. ഇതിലെ ഉള്ളു കേട്ടാ. ഇന്നലെ ഓളം വരും. പിരിവ്. പക്ഷെ അങ്ങോട്ട് ബ്ലോഗർമാരെ കൊണ്ട് പൈസകൾ വരട്ടെ. 10 രൂപ 20 രൂപ 30 രൂപ ആർക്കാണെങ്കിലും. ഹോസ്പിറ്റൽ പൈസയും മേടിച്ചോണ്ട് വന്നേ. അത് വേണ്ട. പൈസ ഒന്നും ഇല്ലടേ. പൈസ ആ ശാസം. അച്ഛനെ പൈസ കൊടുക്കണം. 10 രൂപ. ആ അമ്മ തന്നേ. സോനോളിയ പൈസ തന്നെ പറ്റുള്ളൂ. ആ ഇത് കാർത്തിക് സൂര്യക്ക് ഇന്നിവിടെ ബോഡി ഷോ നടത്തി നമ്മള് പൈസ പിരിക്കും. താങ്ക് യു വെരി മച്ച്. എന്താ മിലൻസ് പൗഡി കാണാം. ഇന്നേക്ക് എടുത്ത് വേണമെങ്കിൽ പൈസ 50 വേണോ? താങ്ക് യു. താങ്ക് യു. ഇനി അവരെ കൊണ്ട് കൊടുക്കാം. പൈസ പിരിച്ച ഗായ്സ് നമ്മള്. ഇത് അവന് ഹണിമൂൺ പോലുള്ള ട്രിപ്പാണ്. ബോഡി ഷോ കാണിച്ച് അവന് കൊണ്ട് കൊടുക്കണം. അവന് കൊടുക്കാം. ഇവനെ കൊണ്ട് കൊടുക്കണം. ഇവരെ കൊണ്ട് അതവിടെ തൂക്കണം. അവന്റെ കയ്യിൽ കാശ് കാണില്ല. ശസാമിന്റെ കയ്യിൽ പൈസ കൊടുക്കണ്ടേ? കുറച്ച് പൈസ ഞാൻ പിരിച്ചിട്ടുണ്ട്. ഇത് അവന് ഞാൻ കൊടുക്കും. അവൻ എൻ്റെ കല്യാണത്തിന് ജട്ടി വിറ്റാണ് പൈസ തന്നിട്ടുള്ളത്. അപ്പോൾ ആ പൈസ ഞാൻ കൊടുത്തിട്ട് അങ്ങ് പോകും. ഓക്കെ? ഇല്ല, സംഭാവന 5 രൂപ 10 രൂപ ബോഡി ഷോ ഹണിമൂൺ ട്രിപ്പിലേക്ക് കുറച്ച് പൈസ സംഭാവന ചെയ്യേണ്ടതാണ്. ഗൂഗിൾ പേ ഉള്ളൂ.
താങ്ക് യു വെരി മച്ച് ചേട്ടാ, താങ്ക് യു. ഹണിമൂണിന് കൊടുക്കാനോ മോനെ? നിനക്ക് ഹണിമൂൺ പോകാനുള്ള പൈസ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഇവിടെ ബോഡി ഷോ നടത്തി ഞാൻ ഓരോരുത്തരെ കാണിച്ച് നിനക്കുള്ള നീ ജട്ടി വിറ്റ് എനിക്ക് പൈസ ഉണ്ടാക്കി തന്നില്ലേ? ഇത് കല്യാണ മണ്ഡപത്തിൽ ചുറ്റും ഞാൻ നടന്ന് ഇവരെ ബോഡി ഷോ നടത്തി ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സമ്മാനം. ഓക്കെ, രണ്ടുപേരും കൂടെ വാങ്ങിച്ചോ. ഓക്കെ, ഈ സമ്മാനം ഞാൻ ഒരിക്കലും മറക്കില്ല. വരൂ, ചുറ്റും നിൽക്കൂ, ഒരു ഫോട്ടോ ഒരു നീ ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത റിസപ്ഷൻ. താഴെ ഇറങ്ങിട്ട് പണിയെടുക്കാം. പേടിച്ചതല്ലേ? തെറ്റല്ലേ? അവിടെ ശസാമയുടെ നീ എന്താ മാസ്ക് അവന്റെ ഉറ്റ സുഹൃത്ത്, ചുക്കാമണിയുടെ ഫ്രണ്ടാ, കണ്ണാപ്പി കാർത്തിക് സൂര്യ. എടാ, മാസം GST അടച്ച് 5-6-7 ലക്ഷം രൂപ സമ്പാദിക്കുന്നതിന് 100 രൂപ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ഉമ്മ അതിനെക്കാട്ടും വലിയ വ്ളോഗറാണ്. നിന്റെ ഉമ്മ എങ്ങനെ ബിസിനസ് നടത്തുന്നതെന്ന് അറിയാമോ? കാർത്തിക് സൂര്യ വീട്ടിൽ വരുമ്പോ ബിരിയാണി വെച്ചാണ് നീ ബിസിനസ്. ഇതാണ് കാർത്തിക് സൂര്യ ഇനി അറിയപ്പെടാൻ പോകുന്ന ചുക്കാമണി. ബെല്ലടിക്കണം. അങ്ങോട്ട് കൊണ്ടുവരാം. ശരു കാണിച്ച് എടുക്കട്ടെ 2 ബോഡി ബിൽഡേഴ്സിനെ. വേണോ? നല്ല ബെല്ലൈക്കൺ വേണ്ട, ഒട്ടും വേണ്ട. മോലല്ലേ ഇനി നമുക്ക് എനിക്ക് അച്ഛൻ വാക്ക് തന്നു. അച്ഛൻ ഒന്നിനും വന്നില്ല. അച്ഛൻ പറഞ്ഞു നീ മുഹൂർത്തം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്താൽ മതി. ഞാനിവിടെ ഈ വണ്ടി വന്നപ്പോഴേ എനിക്ക് സ്മെല്ല് ചെയ്യും. അച്ഛൻ പിന്നെ ബാക്കി ഈ വഴി ഇത് ഞാൻ ഇവിടെ വെച്ച് പറയാം, ഞാൻ നിർത്താൻ പോകണം. ഇനി അങ്ങനെ ഇതൊക്കെ നമ്മുടെ സന്തോഷം കഴിഞ്ഞു. വ്ളോഗ് ചെയ്യും, വ്ളോഗുണ്ട്. അല്ലാതെ പണികൾ ഇങ്ങനെ ഞാൻ എന്തായാലും അച്ഛൻ്റെ പേരെല്ലാം പിന്നെ ഭാനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പണി കൊടുക്കണം അതല്ല ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ഈ പണിയില് പങ്കാണ്. എന്റെ അടുത്ത് ഉറക്കത്തിലൊക്കെ തോണ്ടി വിളിക്കുമായിരുന്നു. പണി പറയാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും എന്ത് തോന്നുന്നു, എക്സ്പെക്ടേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു? നമുക്കിത് മതി, നമ്മുടെ ഹൈപ്പിനുള്ള സാധനം ഇതാണ്. അതാ, കൂടുതൽ ലോവർ ആവരുത്. കല്യാണം നമ്മളൊരു സ്റ്റാൻഡേർഡ് കാണിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പണി നമ്മൾ കൊടുത്തു. ഇതില് മറ്റേ ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കാർത്തിക്ക് ഞാനും എൻജോയ് ചെയ്യുന്ന പണിയാണ്. അത് നാട്ടുകാർക്കൂടെ കാണിച്ചു കൊടുക്കുന്നത്, നമ്മുടെ സന്തോഷം കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അത് എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ വാക്കിളി കുക്കിളി പണികളൊന്നും നമ്മൾ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഇല്ല, ആസിഖേനെ ഇളക്കി വിടരുത്. അപ്പൊ ഇനി അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം ഇത് നിർത്താൻ പോവാണ് ഞാൻ. ഇങ്ങനെ പണി നിർത്താൻ പോവാ. വ്ളോഗിങ് അല്ല, പണികൾ നിർത്താൻ പോവാണ്. പക്ഷെ ഫസ്റ്റ് നൈറ്റിനും അവന്റെ റിസപ്ഷനും കുറെ പേര് പറയുന്നുണ്ട് 2 സെക്കൻഡ് ആയില്ല, നിർത്താൻ പോവാണ്. നമുക്ക് പിന്നെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ വാക്കുകാരാണ്, ഞാനിനി ഇല്ല. 35 മനസ്സിലായി. ഫാമിലി കൊച്ചായി. ഇനി ഓക്കെ അല്ലേ? എൻജോയ് അല്ലേ? അപ്പൊ ഗൈസ്, ലവ് യു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ വരും. നമ്മളൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. നമ്മൾ ആ പോഡ്കാസ്റ്റിലാണ് ഇനി കോൺസെൻട്രേഷൻ. ശ്രമിക്കുന്നു. നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. സൗത്ത് ഇന്ത്യാസ് ബെസ്റ്റ് സെല്ലിംഗ് കുംബൂച്ച ആയിട്ടുള്ള കുംബായ കുംബൂച്ച കണ്ടില്ലേ? ഒരു 20 അടി നീളമുള്ള വമ്പൻ ട്രക്കാണ് കാണാൻ പറ്റുന്നത്. കുംബായ കുംബൂച്ച ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാൻ സീനാണ്. വയറിനൊക്കെ ഭയങ്കര സുഖമാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുമ്പായ കുമ്പൂച്ചയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ നല്ല ക്വാളിറ്റിയോടാണ് കാണുന്നത്. ആ ക്വാളിറ്റിയുടെ ആ ഒരു വെർഷൻ കാണാനുള്ള കാരണം ക്യാമോർ പ്രൊഡക്ഷൻസ് ആണ്. കാരണം വെഡ്ഡിംഗ് വർക്ക്സിൻ്റെ ഉസ്താദ് എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാം. അങ്ങനത്തെ ഒരു ടീമാണ് നമ്മുടെ വ്ളോഗ് ഇന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ നമ്പറൊക്കെ ഇങ്ങനെ നൈസായിട്ട് വരും. ഓക്കെ.